ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നേരത്തെ നമ്മളൊരു ടോപ്പ് കണ്ടില്ലേ, അത് നമ്മുടെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, അത് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ടോപ്പ് പാർട്ടാണ്. ടോപ്പ് പാർട്ട് മീൻസ് ഒരു ഫ്രോക്ക് പോലെയാണ്. അപ്പോൾ ഫ്രോക്ക് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് 3 മീറ്റർ ക്ലോത്താണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ നിന്നൊരു ടോപ്പ് വശത്തേക്ക് നമുക്ക് വേണ്ടത് വെറും 1/4 മീറ്റർ മാത്രമാണ്. ഇനി നമുക്ക് നമ്മുടെ മെഷർമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ താഴത്തോട്ട്, അതായത് ലെങ്ത്ത് വന്നിട്ട് 13 ഇഞ്ചാണ് കൊടുത്തത്. ഷോൾഡർ നമുക്ക് 8 ഇഞ്ച് കൊടുക്കാം. ആൻഡ് താഴോട്ടുള്ള ആം ഹോൾ നമുക്ക് 8 ഇഞ്ച് തന്നെ കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാനിവിടെ 10 തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത്ര കൊടുക്കാം. പിന്നെ 2 ഇഞ്ച് സീം എലവൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നോട് കട്ട് ചെയ്യുമ്പം 10 ഇഞ്ചിൽ വെച്ചിട്ടായി പോയി കട്ട് ചെയ്തത്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. 10 ഇഞ്ചിൽ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സീം എലവൻസ് കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻ്റ് ആയിപ്പോയി ചെയ്തത്. നെക്സ്റ്റ് നമുക്കൊരു ലൈൻ അങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇനി താഴത്തോട്ടുള്ള മെഷർമെൻറ്റ്സ് തന്നെ 13 ഇഞ്ചാണല്ലോ ബാക്കിയുള്ളത്. ആ 13 ഇഞ്ചോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കാം. ആൻഡ് ഇങ്ങനെ ഷോൾഡറിന് ആം ഹോളിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇങ്ങനെയും കൂടെ വരച്ചു കൊടുക്കാവുന്നതാണ്. ആം ഹോളിൻ്റെ റൗണ്ട് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ഷേപ്പ് ചെയ്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾ ഈ ലൈൻ കണ്ടില്ലേ, ആ ലൈനിൽ വെച്ചായിപ്പോൾ ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ആ ലൈനിൽ വെച്ച് ഒരിക്കലും കട്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ മറ്റടുത്ത് ലൈൻ വരയ്ക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ അവിടെ കട്ട് ചെയ്ത് പോയത്. അപ്പം ഞാൻ കട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ കട്ട് ചെയ്യരുതേ. താഴത്തോട്ടുള്ള കറക്റ്റാണ്, പക്ഷേ സീം എലവൻസും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഞാൻ വീണ്ടും പറയുന്നതാണ്. ഞാൻ എന്താ കട്ട് ചെയ്യുന്നത് നേരെ സൈഡിലോട്ടായി പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ അവിടെ നിന്നാണ് കട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. എന്നോട് മറന്നു പോയിട്ടാണ് ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. പകുതി കട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ബോധം ഉദിച്ചത്. അങ്ങനെ പകുതി കട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയല്ലല്ലോ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ഒരു നിമിഷം സ്റ്റക്കായി പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചെന്നെ കട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഞാനതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന്. പക്ഷേ ലാസ്റ്റ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പൂർണ്ണമായിട്ട് തന്നെ. ഞാൻ മുകളിൽ ഒരു വീഡിയോ കാണിച്ചില്ലേ, അതിൻ്റെ കൈ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ കൈ വരുന്നത് നമ്മളുടെ ഇങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അത് കണ്ടില്ലേ, ഞാൻ അവിടെ ടച്ച് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് വള്ളിയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആം ഹോളും കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ ആം ഹോളൊക്കെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പീസ് നമ്മൾ ബാലൻസ് വന്ന പീസില്ലേ, അതൊന്ന് മടക്കി അടിക്കുകയാണ് വേണ്ടത്. വള്ളിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്ലീവ് ശരിക്കും വള്ളി പോലെയാണല്ലോ ഉള്ളത്. അപ്പോൾ വള്ളിക്ക് വേണ്ടി 2 പീസ് എടുത്തിട്ടുണ്ട്. ആ 2 പീസും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ 2 ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്ലീവിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് അടിക്കുന്നു അറിയില്ലേ, അതേപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, 2 ഭാഗവും. പിന്നെ മറ്റേതിൻ്റെതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞാലുള്ള ലുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് മുകളിലും കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഓക്കെ, മുകളിൽ ഒന്ന് മടക്കി അടിക്കുക. 2 ഭാഗവും ഉണ്ട്, മുകളിലൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മൾ 2 ഭാഗവും അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു ഒരു വള്ളി പോലെയുള്ളത് സ്ലീവിന് വേണ്ടിയിട്ട്, അതെടുക്കാം നമുക്ക്. അത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് തന്നെ അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 15.5 ആണ് രണ്ടിൻ്റെയും. അപ്പം എൻ്റെ മെഷർമെൻ്റാണ് അത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് നോക്കിയിട്ട് ഒന്ന് ചെയ്യാം. ഞാനിവിടെ അത് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ടോട്ടൽ മെഷർമെൻറ്റ് എടുക്കുന്നുണ്ട്. അതെനിക്ക് 15 ആണ് കിട്ടിയത്. അപ്പം അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, 3 ഇഞ്ച് വെച്ചിട്ട് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മറിക്കണം. അതായത് ഞാൻ അവിടുന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് എടുത്തു, ഇവിടുന്ന് 3 ഇഞ്ച് എടുത്തു. എന്നിട്ട് അവിടെ 2 എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ വേണം നമ്മളുടെ സ്ട്രാപ്പ് വെക്കാനായിട്ട്. വീഡിയോയിൽ കണ്ട പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കണേ, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഞാനിതാ ഇപ്പം മുട്ടുസൂചി വെച്ചിട്ടാണ് അതിങ്ങനെ ലോക്ക് ചെയ്യുന്നത്. കാരണം അത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 ഭാഗത്തും മുട്ടുസൂചി വെച്ചു. ആൻഡ് അതിൻ്റെ ബാക്ക് വശം ഉണ്ടാവില്ലേ, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മുട്ടുസൂചി എടുത്ത് ലോക്ക് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് അതിന് 2 കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മടക്കി അടിച്ച ഭാഗം ഉണ്ടാവില്ലേ, അവിടെ വെച്ചൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്താൽ മതി. ലോക്ക് ചെയ്യണേ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലോക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഞാൻ മെഷർമെൻറ്റ് എടുക്കേണ്ടത് അവിടെ നിന്ന് ഇങ്ങോട്ട് 7 ആണ് കിട്ടിയത് എനിക്ക്. അപ്പോൾ 7 മതിയാവും. നിങ്ങളൊന്ന് 14 ഇഞ്ചിലാണ് ഞാനിതെടുത്തത്.
അപ്പം അത് മതിയാവും. 15.5 ആണ്. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് ഉള്ളോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് 7 കിട്ടിയത് കേട്ടോ. അപ്പോൾ 2 ഭാഗം 7 ആകുമ്പോൾ 14 കിട്ടും. ഇനി നെക്സ്റ്റ് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2-2.5 മീറ്ററൊക്കെ മതിയാവും. ഞാൻ ഇവിടെ 3 മീറ്റർ എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ വേസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു കുറച്ച് തുണി. അപ്പോൾ നിങ്ങൾ ഒരു 2.5 എടുത്താൽ മതിയാവും. 2-2.5 എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് അത്ര ലെങ്ത്ത് വേണ്ടെങ്കിൽ 2-2.5 എടുത്താൽ മതിയാവും. 1/4 മീറ്റർ നമ്മൾ ടോപ്പിന് വേണ്ടിയിട്ട്, ബാക്കി പോർഷന് വേണ്ടിയിട്ട് 2 മീറ്റർ കൂടെ. അങ്ങനെ നമ്മൾ നീളത്തിൽ 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒന്നുകൂടി മടക്കുന്നുണ്ട് നമ്മൾ. അതായത് ഒന്നുകൂടി മടക്കുക എന്ന് വെച്ചാൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. മടക്കിയ ഭാഗം നമുക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ആ ഭാഗം യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വേറെ എന്തെങ്കിലും വേണ്ടി യൂസ് ചെയ്യാൻ വിചാരിച്ചു. എന്നിട്ട് നമുക്കത് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഡയറക്റ്റായിട്ട് ലൈൻ ചെയ്ത് പോവുകയാണ്. ലൈന് വരച്ച് പോവുകയാണേ. അതായത് ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിനനുസരിച്ചിട്ടുള്ളത് മാർക്ക് ചെയ്താൽ മതി. അപ്പം അങ്ങനെ ചെയ്തിട്ട് ഞാൻ എത്ര ചെയ്തതെന്ന് ഞാനിതിൽ കാണിച്ചിട്ടില്ലായിരുന്നു. എന്നോട് മറന്നുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ലൈൻ വരച്ച് പോവുകയാണ്. നമ്മൾ ലെങ്ത്തിൻ്റെ വശം കുറച്ച് കുറവായിട്ടാണ് എടുത്തത്. നമുക്ക് ലൈൻ വരച്ചിട്ട് പോയി നോക്കാം. ഓക്കെ. അപ്പം ഞാനിതാ ഇവിടെ 2.25 മീറ്ററും ലൈന് വരച്ച് പോയിട്ടുണ്ട്. നമ്മൾ ലൈന് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ആണോ നോക്കണേ. ആ രീതിയിലാണല്ലോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ഡയറക്റ്റായിട്ട് 2.25 വരച്ച് പോകുന്നുണ്ട്. ഇനി വരച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് കൊടുക്കണം. മടക്കാതെയാണ് സ്റ്റിച്ച് കൊടുക്കേണ്ടത്. കാരണം നമുക്കത് ചുരുക്കിടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അങ്ങനെ ചുരുക്കിട്ട് കഴിഞ്ഞപ്പോൾ ഇതാണ് ലുക്ക്. നമ്മൾ കുറച്ചുകൂടി ചുരുക്ക് ഇടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. ഞാൻ ചുരുക്കിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നമ്മളുടെ ടോപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. അടിയത്തെ പോർഷൻ ജോയിൻ ചെയ്യുമ്പോൾ ചുരുക്കിടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.